ഹലോ ഗൈസ്, എടിപ്പറയുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, എന്നല്ല, ഇന്ന് നമ്മുടെ പാരീഷിലാട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ കാര്യം പറയാൻ ഗൈസ്, നമ്മുടെ കൂടി മുട്ടയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ടാ. ഇനി ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക, ഷെയർ ചെയ്യുക, ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താ പറയുക, ആദ്യത്തിന് വീട്ടിൽ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ എന്താ പറയുക, നമുക്കൊരു ബ്രാലുണ്ടായി, 2 ബ്രാലുണ്ടായി അല്ല, അന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ ഈ വെള്ള ബക്കറ്റിലുള്ള മീനെ കാണണ്ടായിന്ന് പറഞ്ഞിട്ടുണ്ടായി. ഈ മീൻ ഇതിലുണ്ട്, ഇതിൽ ബ്രാൽ തന്നെയാണ്. ഇന്ന് രാവിലെ ഞാൻ ഫുഡ് ഗൗരാമിക്ക് കൊടുക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ആ ടാങ്കിൽ ഈ ബ്രാല് ആ ടാങ്കിൽ കിടക്കണേ. അതെങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. ഞാനാണെങ്കിൽ അതിക്ക് പിടിച്ചിട്ടിട്ടില്ല ഗൗരാമിയുടെ അപ്പം. ഇതേവരെ അതിനെ കൊണ്ടുവന്നിട്ട് ഇതേവരെ അതിൻ്റെ അപ്പം ഒരു മീനെ പോലും ഇട്ടിട്ടില്ല. ഈ ഓസ്കാറൊക്കെ ഉണ്ട്, സേഫാണ് എല്ലാം. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഗൗരാമിയുടെ ടാങ്കിൽ, എന്താ പറയുക, ജൈൻറ്റ് ഗൗരാമിയുടെ ടാങ്കിൽ ഇവൻ കിടക്കണം. ഒരു സീനും ഉണ്ടായിട്ടില്ല. ഞാൻ പിടിച്ച് മാറ്റിയിട്ടു. പക്ഷെ എൻ്റെ കിളി പോയി, ബോധം പോയി മൊത്തം കണ്ടപ്പോൾ. ജൈൻറ്റ് ഗൗരാമിയുടെ ഇവിടെ ഒന്ന് വാട്ടർ കാബേജ് ഇട്ടുട്ടാ. സെറ്റ് നല്ല ജൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും വാട്ടർ കാബേജ് ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ബ്രാല് ഇതിൻ്റെ ആടങ്ങ്. ഇതിലത്തെ ബ്രാല് ഞാൻ മുഷീനെ കാണിച്ചിടാം. വലിയ മാറ്റമൊന്നുമില്ല, നടക്കണ്ട. പിന്നെ നമ്മളെ ഓസ്കാറിൻ്റെ ഇതിൽ 2 എണ്ണം വാട്ടർ കാബേജ് ഇട്ടുണ്ട്. അവിടെ താങ്കൾ വിളിച്ചിട്ട് മിനിറ്റ് നോക്കട്ടെ. അയ്യോ, അതായിരിക്കണം ഓസ്കാർ. ഒരു പിലോപ്പിയും കൂടി ഉണ്ട്, അവനെ കണ്ടുപിടിക്കാനാണ് ഉച്ചാതി പാടാ. അതായിരിക്കണം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അവന്മാരൊക്കെ സെറ്റാണ്. അയ്യോ, ഇതിന് അടയ്ക്കണതാണ് ടാസ്ക്. ഇതിങ്ങനെ മൂടിയിടാൻ ഭയങ്കര പണിയാണ്, എനിക്ക് ദേഷ്യം വരും. മൂടി ഓക്കെ, റെഡി ആയില്ലോ. പിന്നെ ഗൈസ്, നമ്മുടെ ജൈൻ്റ് ഗൗരാമീനെ കഴിഞ്ഞ വീഡിയോയിൽ പിടിച്ച് കാണിച്ചപ്പോൾ വല നൈസായിട്ട് ചെറുതായിട്ട് പോകും. ഇത് ചെറുതായിട്ടൊന്ന് കീറിയുണ്ട് കേട്ടോ. ആദീശ് പറഞ്ഞില്ലേ, അവൻ്റെ മൂന്നടിച്ച് പിടിച്ചതിന് പറഞ്ഞാൽ തീ ഭാഗത്ത് ചെറുതായിട്ടൊക്കെ കീറിയിട്ടുണ്ട്. സീനില്ല, പക്ഷെ മീനെയൊക്കെ പിടിക്കാൻ പറ്റും, ജൈൻറ്റിനെയൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ ആദീശ് ഒരു നെറ്റ് കൊണ്ടുവരാമെന്ന് പറയും. വെള്ളം മാറ്റുമ്പോൾ വേറെ നല്ല നെറ്റ് എടുക്കണം. പക്ഷെ എൻ്റെ ബോധം മൊത്തത്തിൽ പോയി. ഞാൻ ഇതിൽ നിന്ന് അങ്ങോട്ട് ഇട്ടിട്ടില്ല, ഇവിടെ നിന്ന് ചാടാൻ പോലും പറ്റില്ല അങ്ങോട്ട്. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. ഇതിലൊരെണ്ണം ബ്രാല അധികം വീണേ. ഇതാ ജൈൻ്റ് ഗൗരാമിയുടെ ഒപ്പം. എങ്ങനെയൊന്നും ഒന്നും അറിയില്ല കേട്ടോ. എന്താ ഉണ്ടായേ, എന്താ പറയുക, എങ്ങനെയാ പോയേ ഒന്നും മനസ്സിലായില്ല. ഞാൻ എന്താ പറയുക, ഫുഡ് കൊടുക്കാൻ വന്നപ്പോൾ കിടക്കാണ് ഇതിങ്ങനെ കുറച്ച് സൈസ് വെച്ചു ആ ഡ്രമ്മിൽ നടന്നിട്ട്. ഞാൻ ചോദിച്ചു ജൈൻ്റ് ഗൗരാമി അതിനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിച്ച് മാറ്റിയിട്ടു. പക്ഷെ എൻ്റെ കിളി പോയി. അതെങ്ങനെയൊന്നും എനിക്കൊരു മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ കിളിയെ ഒന്നും കൂടി കാണിച്ചിടാം. അപ്പോൾ നേരെ അതിൻ്റെ അടുത്തേക്ക് പോവുക. ഇതാ കലത്തിൽ മുട്ടയിട്ടുണ്ട് കേട്ടോ. എത്ര മുട്ടയാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ കിളികളൊക്കെ സെറ്റാ. ആൺകിളികൾ ആ മുട്ട കൊത്തിപ്പൊട്ടിക്കാൻ വന്നു, പെണ്ണുകിളികളെ അതിനെ ഓടിപ്പിച്ചു. അവിടുന്ന് കൊത്തി ഓടിപ്പിച്ചു ഫീമെയിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞ വീഡിയോയിൽ ഗൗരാമിയുടെ ജൈൻ്റ് ഗൗരാമിയുടെ മെയിലും ഫീമെയിലും അങ്ങനെ തിരിച്ചറിയാമെന്ന്. മെയിലിൻ്റെ തലയിലും മുഴയുണ്ട്, ഫീമെയിൽ തലയിൽ അതില്ല.
അതൊരു 2 വയസ്സായിട്ട്, അവർക്ക് 2 വയസ്സായിട്ട് മാത്രമേ അറിയുള്ളൂ. എൻ്റെ ഒരു 4 ഫീറ്റോ 3 ഫീറ്റോ അത്രയൊക്കെ ഉണ്ടാവും. നല്ല സൈസാണ്. പക്ഷെ കൊണ്ടുവന്നതിൽ ഇത്തിരി മാറ്റമുണ്ട്. കൊണ്ടുവന്നപ്പോൾ കുറച്ച് ഉണ്ടായുള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഒരു ഈ കൈൻ്റെ കൈപ്പത്തിയുടെ ഇത്രയും കുറച്ച് ഇങ്ങനെയൊക്കെ പോയി. കൊണ്ടുവന്നപ്പോൾ ഈ വടിയുടെ ഇത്രയും ഉണ്ടായി. ഇത്ര കേട്ടാ. ഇപ്പം ഇത്രയുണ്ട്. ഇതാ വഴി ഇത്രയുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഉള്ള ഫീമെയിലാണ്. അപ്പോൾ പിന്നെ അത് ഇവിടെ ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, കുറച്ചും കൂടി ഉണ്ടാക്കാം. ഇതുണ്ട് ഇതിൽ കൊത്തുകൂടാന്നാ തോന്നണം. അല്ല, മുട്ട കൊത്തി പൊട്ടിക്കാൻ നോക്കുക ആണുകളി. ആ നീല കളികളാണ് കേട്ടോ. ഇതാ ഇവിടെ വന്നിരിക്കണം കുട്ടി വിശേഷം. മച്ചേ പിന്നെന്താ പറയാ, ഇന്ന് അതിശി ചിലപ്പോഴും വരും, അറിയില്ല വരുമോ എനിക്കറിയാം. പോലെ തരണം. പിന്നെ ഷോർട്സും എല്ലാം പോയി ലൈക്ക് ചെയ്യട്ടോ നിങ്ങൾ. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ കാണാൻ പറ്റും. എന്താ പറയുക, പിന്നെ ഷോർട്സൊക്കെ അടിക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു 15 ലൈക്ക് അടിക്കണം. 15 വലിയ ടർക്കൊന്നല്ല, കുറവാണ്. 15 ലൈക്ക് ചെയ്യണം കേട്ടോ, അടിക്കണം. ഹാദീഷ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ. പക്ഷെ ഹാദീഷ് പാവാണ് കേട്ടോ. ഹാദീഷാണ് എന്നെ ലൈവ് ഫീഡൊക്കെ പിടിക്കാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി ലൈക്ക് അടിച്ച് വിളിക്കുക. എൻ്റെ യൂട്യൂബ് ചാനലും ലൈക്ക് അടിച്ചും വിളിക്കുക. പിന്നെ എൻ്റെ എന്താ പറയുക, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ കാണുന്നുണ്ടോ? അപ്പോൾ കാണുന്നുണ്ടോ? കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവണില്ല. അയ്യോ, പിന്നെ എന്തിട്ടാ, പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനൊന്നും കൂടി ഗപ്പി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഓക്കെ, പങ്കു പോവാം. ഗൈസ്, മോസ്റ്റ് സർവീസിനേക്കാളും കൂടുതൽ ഗപ്പിയാണ്. ഇതവിടെയാണ് ഗപ്പി. ഇതിലും ഗപ്പി. എനിക്ക് അധികം പേരൊന്നും അറിയില്ല ഗപ്പിയുടെ. ഇതിലും ഗപ്പി. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാത്തിലും ഗപ്പികളുണ്ട്. ഗപ്പികളെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവും. നോക്കിക്കോ, ഇതിലൊക്കെ കാണുമ്പോൾ നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പേരറിയാവുന്നത് ഇതിലത്തെയാണ്. വൈറ്റ് ടക്സിഡോ എന്നാണ് പേര്. ഇതിലൊക്കെ ബ്രീഡിങ് കേജാണ് കേട്ടോ. വാഴയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് വാട്ടർ കേബേജ് ആണ് അവിടേക്ക് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.